നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. റീപോസ്റ്റ്മോർട്ടം വേണ്ടെന്ന് ഷാർജയിൽ ജീവനൊടുക്കിയ വിഭജികയുടെ കുടുംബം. സംസ്കാരം നീണ്ടുപോകുമെന്ന കാരണം കൊണ്ടാണ് കുഞ്ഞിന്റെ മൃതദേഹം UAE-യിൽ സംസ്കരിക്കാൻ സമ്മതിച്ചതെന്നും കുടുംബം വ്യക്തമാക്കി. വിഭജികയുടെ മൃതദേഹം ഉടൻ നാട്ടിലെത്തിക്കാൻ സാധിക്കുമെന്നാണ് വിശ്വാസമെന്നും UAE-യിലെ നിയമത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും കുടുംബം പറഞ്ഞു. വിഭജികയുടെ മൃതദേഹം നാട്ടിലും കുഞ്ഞിന്റെ മൃതദേഹം UAE-യിലും സംസ്കരിക്കാനാണ് തീരുമാനം. UAE-യിൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട്. വിഭജികയുടെയും മകൾ വൈഭവിയുടെയും മരണവുമായി ബന്ധപ്പെട്ട് നിലനിന്ന അനിശ്ചിതത്വങ്ങൾക്കാണ് ഇന്നിപ്പോൾ വിരാമമായിരിക്കുന്നത്. വിഭജികയുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നതിലും അതോടൊപ്പം തന്നെ മകൾ വൈഭവിയുടെ മൃതദേഹം ഇവിടെ സംസ്കരിക്കുന്നതിലും ചില പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. വിഭജികയുടെ ഭർത്താവ് മകളുടെ മൃതദേഹം ഇവിടെ സംസ്കരിക്കണമെന്ന വാശിയിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇതിനെതിരെ വിഭജികയുടെ അമ്മയടക്കമുള്ള കുടുംബാംഗങ്ങൾ ഇതിനെതിരെ രംഗത്ത് വന്നതോടുകൂടിയാണ് ഈ ഒരു വിഷയത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തത്. ഇത് ഇന്ത്യൻ കോൺസുലേറ്റ് പിന്നീട് ഈ വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. ഇന്ത്യൻ കോൺസുലേറ്റ് നേതൃത്വത്തിൽ ഇന്ന് ഉച്ച മുതൽ ഒരു സമവായ ചർച്ച നടന്നു. ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ പ്രതിനിധിയും ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നാണ് ഇരു കുടുംബങ്ങളെയുമായി ഒരുമിച്ചിരുത്തി സമവായ ചർച്ച നടത്തിയത്. ഈ സമവായ ചർച്ചയിലാണ് ഇന്നിപ്പോൾ ഒരു തീരുമാനമായിരിക്കുന്നത്. അതായത് വിഭജികയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനും മകളുടെ മൃതദേഹം ഇവിടെ സംസ്കരിക്കുവാനും ഇപ്പോൾ വിഭജികയുടെ കുടുംബം അംഗീകാരം നൽകിയിരിക്കുകയാണ്, അതിന് സമ്മതിച്ചിരിക്കുകയാണ്. അതായത് വിഭജികയുടെ കുടുംബം പറയുന്നതനുസരിച്ച് ഇനിയും കുഞ്ഞിന്റെ മൃതദേഹം വെച്ച് കളിക്കാൻ തങ്ങൾ തയ്യാറല്ല എന്നാണ്. പിഞ്ചു കുഞ്ഞിന്റെ മൃതദേഹം കഴിഞ്ഞ 10 ദിവസങ്ങളിലായി മോർച്ചറിയിൽ ഫ്രീസറിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇനിയും ഒരു പിഞ്ചു കുഞ്ഞിന്റെ മൃതദേഹം ഇത്തരത്തിൽ സൂക്ഷിക്കാൻ തങ്ങൾ തയ്യാറല്ല. എത്രയും പെട്ടെന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം, കുഞ്ഞിന്റെ മൃതദേഹം സംസ്കരിക്കാനുള്ള നടപടിയിലേക്ക് കടക്കണമെന്നാണ്. അതിനാലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് തങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നതെന്നാണ് വിഭജികയുടെ കുടുംബം പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വിഭജികയുടെ മൃതദേഹം സംസ്കരിക്കേണ്ടതുണ്ട്. വിഭജികയുടെ മൃതദേഹം ഇനിയിപ്പോൾ നാട്ടിലെത്തിക്കേണ്ടതുണ്ട്. ഇതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായ സാഹചര്യത്തിൽ ആത്മഹത്യ തന്നെയാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. അസ്വാഭാവികത ഇല്ലാത്തതിനാൽ എംബാമിംഗ് നടപടികൾ, മറ്റ് നിയമ നടപടികളെല്ലാം തന്നെ ഉടൻ പൂർത്തിയാക്കി മൃതദേഹം ഉടൻ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നാളെ ഉണ്ടാകും. നാളെ മറ്റന്നാളുമായി ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ വിഭജികയുടെ മകളുടെ മൃതദേഹം സംസ്കരിക്കുന്നത് നാളെ ദുബായിൽ ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ട്. ഈ ഒരു വിഷയത്തിൽ വിഭജികയുടെ കുടുംബത്തെ ഭർത്താവ് നിതിൻ്റെ കുടുംബം അറിയിക്കുമെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഏറെ നാൾ നീണ്ടുനിന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായിരിക്കുന്നു. വിഭജികയുടെ മകളുടെ മൃതദേഹം നാളെ അടുത്ത ദിവസം തന്നെ സംസ്കരിക്കും. വിഭജികയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനും തീരുമാനമായിട്ടുണ്ട്. അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. വിഭജികയുടെ കുടുംബത്തിന്റെ പ്രതികരണം കൂടി കാണാം. അവർ പറയുന്ന പോലെ നടക്കട്ടെ കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ അവരുമായിട്ട് സമ്മതിച്ച്, അതായത് വിഭജികയുടെ ശരീരം നമുക്ക് തരും, കുട്ടിയുടെ കാര്യങ്ങൾ ഇവിടെ അവർ ചെയ്യും, നമ്മളും കൂടെ നിൽക്കുമ്പോൾ, അതായത് നമ്മളെയും കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യും എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് പിരിഞ്ഞിരിക്കുന്നത്. നമുക്ക് നമ്മുടെ മോളെ ആചാരപ്രകാരം അത് അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, വാക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എല്ലാവരും പോവും. ഇവൻ ആദ്യമായിട്ട് കാണുകയാണ്, സ്വന്തം അനിയത്തിയുടെ കുട്ടീനെ ആദ്യമായിട്ട് കാണുന്നത്. അതിൻ്റെ ശവസംസ്കാര ചടങ്ങിന് അതിനൊരു ഭാഗ്യം വേണമല്ലോ, അതൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിന് കൂടുതൽ കമൻസ് ഒന്നുമില്ല. കാര്യം എന്ന് വെച്ചാൽ ആ റൂളിനും അതിൻ്റെതായ ഇതുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇതിന് കൗണ്ടർ ചെയ്യാം, പക്ഷേ കൗണ്ടർ ചെയ്തിട്ട് മാസങ്ങളോളം നമ്മളൊരു കുട്ടീനെ ഫ്രീസ് ചെയ്ത് വെക്കാൻ നമുക്ക് താല്പര്യമില്ല. യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിന് ശ്രമങ്ങൾ ഊർജിതമായിരിക്കെ വധശിക്ഷയിൽ ഉറച്ച് കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബം. വധശിക്ഷയിൽ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് വഴങ്ങില്ല എന്ന് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹ്ദി ആവർത്തിച്ചു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിൽ യമനിലെ മതപണ്ഡിതർ തലാൽ കുടുംബവുമായി ചർച്ചകൾ തുടരുകയാണ്. ഇന്ന് നിശ്ചയിച്ചിരുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചെങ്കിലും മോചനത്തിന് കടമ്പകളേറെ. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബം നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണമെന്നതിൽ ഉറച്ചു നിൽക്കുകയാണ്. മധ്യസ്ഥ ശ്രമങ്ങൾക്ക് വഴങ്ങില്ലെന്നും എത്ര സമയമെടുത്താലും വധശിക്ഷ നടപ്പാക്കും വരെ കാത്തിരിക്കുമെന്നുമാണ് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹദിയുടെ പ്രതികരണം. സമസ്ത നേതാവും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയുമായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിൽ യമൻ മതപണ്ഡിതർ അനുനയ നീക്കം തുടരുകയാണ്. നിമിഷപ്രിയയുടെ മോചനത്തിനായി ജാഗ്രതയോടെ മുന്നോട്ടു പോകണമെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ വരുന്ന വളരെ നെഗറ്റീവായ ചില കമൻറ്റുകളും വാർത്തകളൊക്കെ അപ്പോൾ തന്നെ അവരെ കുടുംബത്തിലും എത്തുന്നുണ്ട്. കാരണം അവിടെയൊക്കെയുള്ള യമനികളായിട്ടുള്ള വിദ്യാർത്ഥികൾ ഇവിടെ ധാരാളം പഠിക്കുന്നുണ്ട്. അപ്പം അത്തരം നെഗറ്റീവായ വാർത്തകൾ പലപ്പോഴും വലിയ വിപരീത ഫലമാണ് നമുക്കുണ്ടാക്കുക.
കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ സന്ദർശിച്ച ശേഷമായിരുന്നു ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളുടെ പ്രതികരണം. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജനും കോഴിക്കോട് കാരന്തൂർ മർക്കസിലെത്തി AP അബൂബക്കർ മുസ്ലിയാരെ കണ്ടു. വധശിക്ഷ ഒഴിവാക്കുന്നതിന് എല്ലാ ശ്രമങ്ങളും നടത്തുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. ദുബായ് ബ്യൂറോയ്ക്കൊപ്പം 24 കൊച്ചി. ഗസ വെടിനിർത്തലിനായി പരോക്ഷ ചർച്ചകൾ തുടരുന്നതായി ഖത്തർ വിദേശകാര്യ മന്ത്രാലയം. ദിവസവും ഇരുപക്ഷവും ചർച്ചകൾ നടത്തുന്നുണ്ട്. കരാറിലെത്തുമെന്നാണ് പ്രതീക്ഷയെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. മേഖലയെ അസ്ഥിരപ്പെടുത്തുന്ന ഇസ്രയേലിന്റെ നയങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര ഇടപെടൽ വേണമെന്നും ഖത്തർ ആവശ്യപ്പെട്ടു. ഗസയിൽ വെടിനിർത്തലും ബന്ധിമോചനവും ലക്ഷ്യമാക്കിയുള്ള ചർച്ചകൾക്ക് ഈ മാസം 6-നാണ് ദോഹയിൽ തുടക്കമായത്. എന്നാൽ ഖത്തറടക്കമുള്ള മധ്യസ്ഥ രാജ്യങ്ങൾക്ക് ഹമാസിനെയും ഇസ്രായേലിനെയും ഒരു മേശയ്ക്ക് ചുറ്റുമിരുത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ചർച്ചകൾ നിലച്ചിട്ടില്ലെന്നും പരോക്ഷ ചർച്ചകൾ ദിവസവും തുടരുന്നുണ്ടെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വക്താവ് മാജിദ് അൽ അൻസാരി പറഞ്ഞു. ചർച്ചകൾ യുദ്ധവിരാമത്തിലേക്ക് എത്തുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. അതേസമയം മേഖലയെ അസ്ഥിരപ്പെടുത്തുന്ന ഇസ്രായേലിന്റെ വിവേകശൂന്യമായ ഇടപെടലുകളെ മാജിദ് അൽ അൻസാരി വിമർശിച്ചു. ഇക്കാര്യത്തിൽ അന്താരാഷ്ട്ര ഇടപെടൽ വേണം. ഗസയിലെ കൂട്ടക്കൊല മാത്രമല്ല, വെസ്റ്റ് ബാങ്കിലെ കയ്യേറ്റങ്ങളും ലബനനിലും സിറിയയിലും നടത്തുന്ന ആക്രമണങ്ങളും അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതിനിടെ ഐക്യരാഷ്ട്രസഭയുടെ ഫലസ്തീൻ അഭയാർത്ഥി ഏജൻസി ഓഫീസുകളിലേക്കുള്ള വൈദ്യുതിയും വെള്ളവും വിച്ഛേദിച്ചത് ഗസയിലെ ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായം എത്തിക്കാനുള്ള അവസാന ശ്രമങ്ങൾക്കും തിരിച്ചടിയായി. ഉണർവയിലെ ലൈറ്റുകൾ ഓഫ് ചെയ്യുക എന്ന അടിക്കുറിപ്പോടെ ഇസ്രായേൽ ഊർജ്ജമന്ത്രി എലി കോഹൻ എക്സിൽ എഴുതിയ കുറിപ്പിന് പിന്നാലെയായിരുന്നു നടപടി. UN ഏജൻസി ഹമാസിന്റെ ഒരു വിഭാഗമായി പ്രവർത്തിക്കുന്നുവെന്ന് കോഹൻ ആരോപിച്ചു. അതുകൊണ്ട് തന്നെ അവർക്ക് നിലനിൽക്കാൻ അവകാശമില്ലെന്നും കോഹൻ പറഞ്ഞു. ജനുവരി അവസാനം ഇസ്രായേൽ ഉണർവ പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗികമായി നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ഇതിനെ തുടർന്ന് അധിനിവേശ കിഴക്കൻ ജെറൂസലേമിലെ ഷെയ്ഖ് ജറ പരിസരത്തുള്ള ഏജൻസിയുടെ പ്രധാന ഓഫീസ് ഒഴിയാൻ ഏജൻസി നിർബന്ധിതരാവുകയായിരുന്നു. 2023 അവസാനത്തിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ഏജൻസി ജീവനക്കാർ പങ്കെടുത്തതായി ഇസ്രായേൽ ആരോപിച്ചിരുന്നു. എന്നാൽ ഉണർവ ഈ ആരോപണം ശക്തമായി നിഷേധിക്കുകയായിരുന്നു. അൻവർ പാലേരി, 24 ദോഹ. ആഭ്യന്തര സംഘർഷം രൂക്ഷമായ സിറിയയിൽ ഇസ്രയേൽ ആക്രമണം. പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന് സമീപമുള്ള സൈനിക ആസ്ഥാനത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. 9 പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. തെക്കൻ മേഖലയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കണമെന്ന് ഇസ്രയേൽ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ആക്രമണമുണ്ടായത്. قصف جديد يا شباب قصف خذونا بسرعة 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 بسرعة. സിറിയൻ സൈന്യവും മതന്യൂനപക്ഷമായ ഡ്രൂസുകളും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുന്നതിനിടെയാണ് ഇസ്രായേൽ ആക്രമണം. ദമാസ്കസിലെ സിറിയയുടെ സൈനിക ആസ്ഥാനത്തിന് നേരെയാണ് വ്യോമാക്രമണമുണ്ടായത്. പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന് സമീപമുള്ള സൈനിക ആസ്ഥാനത്തിന്റെ പ്രവേശന കവാടമാണ് ആക്രമിക്കപ്പെട്ടത്. തെക്കൻ മേഖലയായ സെയ്ദയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കണമെന്ന് ഇസ്രായേൽ സിറിയയ്ക്ക് അന്ത്യശാസനം നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ആക്രമണമുണ്ടായത്. വൻ തിരിച്ചടി തുടങ്ങിക്കഴിഞ്ഞെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി മുന്നറിയിപ്പ് നൽകി. ഡ്രൂസുകളെ സംരക്ഷിക്കാനാണ് ആക്രമണമെന്നും ഇസ്രായേൽ വ്യക്തമാക്കി. ഡ്രൂസുകളുടെ നേതൃത്വത്തിലുള്ള സായുധ സംഘങ്ങളും സുന്നി ഗോത്രവിഭാഗമായ ബെഡൂയിനുകളും തമ്മിൽ 2 ദിവസമായി തുടരുന്ന ആക്രമണത്തിൽ 100ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. ക്രമസമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായാണ് പ്രസിഡന്റ് അഹമ്മദ് അൽ-ഷാരയുടെ നേതൃത്വത്തിൽ തെക്കൻ സിറിയയിലെ സെയ്ദയിൽ സൈന്യത്തെ വിന്യസിച്ചത്. ബഷർ അൽ അസദിന്റെ ഭരണം അട്ടിമറിക്കപ്പെട്ടതിനു ശേഷം സിറിയയിൽ വിഭാഗീയ സംഘർഷങ്ങൾ പതിവാണ്. അൽ-ഷറ ഭരണകൂടത്തെ ഡ്രൂസ് അടക്കമുള്ള വിഭാഗങ്ങൾ അംഗീകരിച്ചിട്ടില്ല. ഇന്റർനാഷണൽ ഡെസ്ക് 24. OICC ജിദ്ദ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ 35ാം വാർഷികം ആഘോഷിച്ചു. അൻവർ സാദത്ത് MLA പങ്കെടുത്തു. പ്രവാസികളുടെ പ്രശ്നങ്ങളിൽ എന്നും കൂടെയുണ്ടാകുമെന്ന് അൻവർ സാദത്ത് പറഞ്ഞു. OICC വെസ്റ്റേൺ റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് ഹക്കിം പാറക്കൽ ഉദ്ഘാടനം ചെയ്തു. ഹർഷദ് ഏലൂർ അധ്യക്ഷനായിരുന്നു. സഹീർ മാഞ്ഞാലി, മോഹൻ ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. സംസ്ഥാനത്ത് പരക്കെ മഴ. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മലപ്പുറം, പാലക്കാട്, തൃശൂർ, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കോഴിക്കോട് പശുക്കടവിൽ ഉരുൾപൊട്ടിയതായി സംശയമുണ്ട്. തൊട്ടിൽപ്പാലം പുഴയിലും കടത്തറ പുഴയിലും മലവെള്ളപ്പാച്ചിലുണ്ടായി. 13 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഈങ്ങാപ്പുഴയിൽ റോഡിൽ വെള്ളം കയറി. കൊച്ചി കളമശ്ശേരി സീപോർട്ട് എയർപോർട്ട് റോഡിൽ വൻമരം കടപുഴകി വീണു. കോഴിക്കോട് വിലങ്ങാട് ടൗൺ പാലം വെള്ളത്തിൽ മുങ്ങി. കാവിലുംപാറയിൽ വീടിന്റെ മതിൽ ഇടിഞ്ഞു വീണു. ജലനിരപ്പ് ഉയർന്നതോടെ കക്കയം ഡാമിൽ ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചു.
സംസ്ഥാനത്ത് 5 ജില്ലകളിൽ നാളെ അവധി. കാസർഗോഡ് ജില്ലയിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോട് പ്രൊഫഷണൽ കോളേജ് ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. വയനാട്ടിൽ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും. കണ്ണൂരിൽ സ്കൂളുകൾക്ക് നാളെ അവധിയാണ്. തൃശൂർ ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കർണാടക ധർമ്മസ്ഥലയിലെ തെളിവെടുപ്പിൽ നിന്ന് പോലീസിന്റെ ദുരൂഹ പിന്മാറ്റം. ധർമ്മസ്ഥല സ്നാനഘട്ടത്തോട് ചേർന്ന കാട്ടിൽ തെളിവെടുപ്പിനായി വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളി വന്നെങ്കിലും പോലീസ് എത്തിയില്ല. അരമണിക്കൂറോളം കാത്തുനിന്ന ശേഷം ശുചീകരണ തൊഴിലാളി മടങ്ങി. 24 എക്സ്ക്ലൂസീവ്. സുരക്ഷാ ഭീഷണിയുള്ള സാക്ഷിയെത്തി, പക്ഷേ പോലീസ് വന്നില്ല. ഇവിടെ ഇങ്ങനെയൊക്കെയാണത്രേ. രാജ്യം ഒന്നടങ്കം നടുങ്ങിയ വെളിപ്പെടുത്തലിലെ അന്വേഷണത്തിൽ ധർമ്മസ്ഥല പോലീസിന്റെ ഗുരുതര അനാസ്ഥ. മൂന്ന് മണിയോടെ സാക്ഷിയും അഭിഭാഷകരും എത്തി. കാറിൽ കാത്തിരിപ്പ് തുടങ്ങി. പോലീസ് സുരക്ഷ നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ച പ്രതിക്കൊപ്പം പേരിനു പോലും ഒരാളില്ല. പിന്നീട് മഫ്തിയിൽ 2 പോലീസുകാർ എത്തി. വൈകാതെ അറിയിപ്പ് വന്നു, ഇന്ന് തെളിവെടുപ്പിന് പോലീസ് എത്തില്ല. നേരത്തെ പലതവണ ആവശ്യപ്പെട്ടിട്ടും സാക്ഷി വന്നിരുന്നില്ലെന്നാണ് പോലീസിന്റെ വിശദീകരണം. എന്നാൽ സുരക്ഷാ പ്രശ്നം മുൻനിർത്തിയാണ് എത്താതിരുന്നതെന്ന് ശുചീകരണ തൊഴിലാളിയുടെ അഭിഭാഷകൻ പറയുന്നു. തെളിവെടുപ്പിന് എന്ന് നടക്കുമെന്ന കാര്യത്തിൽ പോലീസിന് മറുപടിയില്ല. പോലീസിന്റെ അനാസ്ഥ ചൂണ്ടിക്കാട്ടി മുൻ ശുചീകരണ തൊഴിലാളിയുടെ അഭിഭാഷകർ കോടതിയെ സമീപിച്ചേക്കും. ധർമ്മസ്ഥലയിൽ നിന്നും ക്യാമറമാൻ ശ്രീകാന്ത് ഗൗരീശപ്പെട്ടതോടൊപ്പം മുഹമ്മദ് റഹീസ്, 24. ഇൻകാസ് ഖത്തർ പ്രഥമ ഉമ്മൻചാണ്ടി ജനസേവാ പുരസ്കാരം അഡ്വക്കേറ്റ് VS ജോയിക്ക് സമ്മാനിക്കും. ജൂലൈ 18 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് ICC അശോക ഹാളിൽ നടക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിൽ പുരസ്കാരം സമ്മാനിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഖത്തറിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് അവാർഡ്. പ്രമുഖ എഴുത്തുകാരി സുധാ മേനോൻ, ഇൻകാസ് ഉപദേശക സമിതി ചെയർമാൻ ജോപ്പച്ചൻ തെക്കേക്കൂറ്റ്, പ്രസിഡന്റ് ഹൈദർ ചുങ്കത്തറ എന്നിവരടങ്ങിയ സമിതിയാണ് അവാർഡ് ജേതാവിനെ തിരഞ്ഞെടുത്തത്. നോർക്ക റൂട്ട്സ് ഡയറക്ടർ KJ മേനോൻ പുരസ്കാരം സമ്മാനിക്കും. ഒരു ജനപ്രതിനിധി അല്ലാതിരുന്നിട്ടുകൂടി പ്രളയം, ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രതിസന്ധി കാലഘട്ടത്തിൽ ഒരു പ്രദേശത്തെ ജനങ്ങളെ ഒന്നാകെ ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ചേർത്തുപിടിച്ച് നടത്തിയ പ്രവർത്തനങ്ങളാണ് ജോയിയെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. ഉമ്മൻചാണ്ടി അനുസ്മരണ സമിതി ചെയർമാൻ KV ബോബൻ, ഇൻകാസ് ട്രഷറർ VS അബ്ദുൾ റഹ്മാൻ, കോർഡിനേറ്റർ ബഷീർ തൂവാരിക്കൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പത്തനംതിട്ട വെച്ചൂച്ചിറയിൽ ഭാര്യാമാതാവിനെ യുവാവ് മൺവെട്ടികൊണ്ട് അടിച്ചു കൊലപ്പെടുത്തി. 54-കാരി ഉഷാമണിയാണ് കൊല്ലപ്പെട്ടത്. മരുമകൻ സുനിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുടുംബ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നു. ഉച്ചയ്ക്ക് 2:30യോടെയാണ് ക്രൂര കൊലപാതകം നടന്നത്. വേച്ചൂച്ചിറ ചാത്തൻതറ അഴുത ഉന്നതിയിലെ ഉഷാമണിയുടെ വീട്ടിലെത്തിയ സുനിൽകുമാറുമായി തർക്കമുണ്ടായി. തർക്കത്തിനിടെ വീടിന് സമീപത്ത് കിടന്നിരുന്ന മൺവെട്ടി ഉപയോഗിച്ച് തലക്കടിക്കുകയായിരുന്നു. കൃത്യത്തിന് ശേഷം സംഭവസ്ഥലത്ത് തുറന്ന സുനിൽകുമാറിനെ പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തു. മൂത്ത പെൺകുട്ടി കുറച്ചൊന്നും അധികം കാലമായി ഭർത്താവിൽ നിന്ന് കഴിഞ്ഞ് ഈ സ്ത്രീയോടൊപ്പം ഈ നാട്ടിൽ തന്നെ കഴിഞ്ഞു വരികയായിരുന്നു. ഈ പെൺകുട്ടി ഈ ഭർത്താവിനൊപ്പം ചെല്ലണമെന്നും പറഞ്ഞ് നിരന്തരം ഇവിടെ പ്രശ്നമുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് എരുമേലിയിൽ വെച്ച് ഇത്തരത്തിലൊരു തർക്കം ഈ മരുമകനും ഉഷ എന്ന സ്ത്രീയും തമ്മിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടായിരിക്കാം അയാൾ ഇവിടെ എത്തി മഴ ഉപയോഗിച്ചാണ് തലക്കടിച്ച് കൊന്നത്. കുടുംബ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. 4 വർഷമായി സുനിൽകുമാർ ഭാര്യയുമായി പിണങ്ങിക്കഴിയുകയായിരുന്നു. ഇതിന് കാരണം ഉഷാമണി എന്നായിരുന്നു ഇയാൾ കരുതിയിരുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഉഷാമണിയുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റും. 24 പത്തനംതിട്ട. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയും KPCC മുൻ അധ്യക്ഷനുമായ CV പത്മരാജൻ അന്തരിച്ചു. 94 വയസ്സായിരുന്നു. K കരുണാകരൻ, AK ആന്റണി മന്ത്രിസഭകളിൽ അംഗമായിരുന്നു. കേരള രാഷ്ട്രീയത്തിലെ സൗമ്യമുഖമായിരുന്നു CV പത്മരാജൻ. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കൊല്ലത്തെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. K കരുണാകരന്റെയും AK ആന്റണിയുടെയും മന്ത്രിസഭകളിൽ അംഗമായിരുന്ന CV പത്മരാജൻ ധനകാര്യം, വൈദ്യുതി അടക്കം സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്തു. മന്ത്രിസ്ഥാനം രാജിവെച്ചാണ് 1983-ൽ KPCC അധ്യക്ഷനായത്. K കരുണാകരൻ വിദേശത്ത് ചികിത്സയ്ക്ക് പോയപ്പോൾ മുഖ്യമന്ത്രിയുടെ ചുമതലയും വഹിച്ചു. CV പത്മരാജൻ പാർട്ടി അധ്യക്ഷനായിരുന്നപ്പോഴാണ് KPCC ആസ്ഥാനമായ ഇന്ദിരാഭവന് സ്ഥലം വാങ്ങിയത്. കൊല്ലം ജില്ലയിലെ പരവൂരിൽ K വേലുവൈദ്യന്റെയും തങ്കമ്മയുടെയും മകനായി 1931 ജൂലൈ 22 ജനിച്ചു.
അഖില തിരുവിതാംകൂർ വിദ്യാർത്ഥി കോൺഗ്രസിലൂടെ സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്തു. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ കോൺഗ്രസിൽ ചേർന്ന പത്മരാജൻ വഹിക്കാത്ത പദവികൾ ചുരുക്കമായിരുന്നു. അധ്യാപകനായും അഭിഭാഷകനായും പ്രവർത്തിക്കുമ്പോൾ സജീവ രാഷ്ട്രീയം നിലനിർത്തി. സംസ്കാരം നാളെ വൈകുന്നേരം 4 മണിക്ക് പരവൂരിലെ വീട്ടുവളപ്പിൽ നടക്കും. 24 കൊല്ലം. ഗൾഫ് ഫോക്കസിലേക്ക് പാലക്കാട് വീണ്ടും നിപ്പ. കുമരംപുത്തൂരിൽ മരിച്ച 57-കാരന്റെ മകനും നിപ്പ സ്ഥിരീകരിച്ചു. മഞ്ചേരി ലാബിലാണ് പ്രാഥമിക പരിശോധന നടത്തിയത്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫലം നാളെ പുറത്തുവരും. മണ്ണാർക്കാട് കുമരംപുത്തൂർ സ്വദേശിയായ 57-കാരന്റെ സമ്പർക്ക പട്ടികയിലുള്ള മകനാണ് ഏറ്റവും ഒടുവിൽ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. രോഗലക്ഷണങ്ങളോടെ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഐസൊലേഷൻ വാർഡിൽ 32-കാരനായ യുവാവ് ചികിത്സയിൽ കഴിയുകയാണ്. കഴിഞ്ഞ ദിവസമാണ് സ്രവം മഞ്ചേരി ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചത്. ഈ ഫലമാണ് പോസിറ്റീവായത്. 32-കാരന്റെ സമ്പർക്ക പട്ടിക ഉടൻ ആരോഗ്യവകുപ്പ് പുറത്തുവിടും. നിലവിൽ പ്രദേശത്ത് 17 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണാണ്. അതേസമയം മലപ്പുറം ജില്ലയിൽ 210 പേരും കോഴിക്കോട് ജില്ലയിൽ 114 പേരും നിപ സമ്പർക്ക പട്ടികയിലുണ്ട്. മലപ്പുറം ജില്ലയിൽ 84 സാമ്പിളുകൾ ഇതുവരെ നെഗറ്റീവായിട്ടുണ്ട്. നിപ ബാധിച്ച കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള പാലക്കാട് മണ്ണാർക്കാട് സ്വദേശിനിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 പാലക്കാട്. പാലക്കാട് മണ്ണാർക്കാട് യുവാവും പോലീസും തമ്മിൽ കയ്യാങ്കളി. നിപ്പ കണ്ടെയ്ൻമെന്റ് മേഖലയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള യുവാവിന്റെ ശ്രമം പോലീസ് തടഞ്ഞതോടെയാണ് സംഘർഷമുണ്ടായത്. ചങ്ങരയിലെ 1-ാം മൈൽ സ്വദേശി ഉമറുൽ ഫാറൂഖിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. ഇന്നലെയാണ് മണ്ണാർക്കാട് ചങ്ങലേരിയിൽ യുവാവ് കണ്ടെയ്ൻമെന്റ് സോൺ മറികടന്ന് പോകാൻ ശ്രമിച്ചത് പോലീസ് തടഞ്ഞത്. പോലീസുമായി തർക്കത്തിൽ ഏർപ്പെട്ടതോടെ പിന്നീടത് കയ്യാങ്കളിയായി. യുവാവ് പോലീസിനെ അസഭ്യം പറയുന്നതും പിന്നീട് പോലീസുകാരൻ ഇയാളെ മർദ്ദിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. 24 വാർത്തയ്ക്ക് പിന്നാലെ ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചങ്ങലേരി സ്വദേശി ഉമറുൽ ഫറൂഖിനെതിരെ പോലീസ് കേസെടുത്തു. പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തടക്കമുള്ള വകുപ്പുകൾ ചേർത്താണ് കേസ്. 24 പാലക്കാട്. എറണാകുളം പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി PV ശ്രീനിജൻ MLA. പ്രസവ ചികിത്സയ്ക്കെത്തുന്ന ഇതര സംസ്ഥാനക്കാരെ അനാവശ്യമായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുന്നു എന്നാണ് വിമർശനം. CPIM ഏരിയ സെക്രട്ടറി വരെ ഇക്കാര്യത്തിൽ ആരോഗ്യമന്ത്രിയോട് പരാതി പറഞ്ഞെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നാണ് ഭരണകക്ഷി MLAയുടെ വിമർശനം. ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ നിങ്ങളുടെ ആശുപത്രിയിൽ വരുമ്പോൾ അവരെ എല്ലാം റെഫർ ചെയ്ത് വിടുന്ന ഒരു സമീപനം അത് ശരിയല്ല. ഞാൻ മന്ത്രിയുടെ അടുത്ത് പരാതി പറഞ്ഞിട്ടുണ്ട്. അവിടെ വരുന്ന ഒരു തൊഴിലാളി, ഇപ്പോൾ കഴിഞ്ഞ ദിവസം അശമന്നൂർ രായമംഗലത്തോ ഒരു തൊഴിലാളി വീട്ടിൽ പ്രസവിച്ചു. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ താലൂക്ക് ആശുപത്രിയിൽ വരുമ്പോൾ അവരെ നേരെ റെഫർ ചെയ്ത് കളമശ്ശേരിയിലേക്ക് വിടുകയാണ്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് മുഴുവൻ ആളുകളെയും അവിടെ വരുന്ന തൊഴിലാളികളെ മുഴുവനും ചികിത്സിക്കാനും മറ്റും തരത്തിലുള്ള സമീപനം, അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ സമീപനമാണ് ആദ്യം മാറേണ്ടത്. പുതുക്കിയ കീം റാങ്ക് ലിസ്റ്റ് അനുസരിച്ചുള്ള പ്രവേശന നടപടികളിൽ ഇടപെടാതെ സുപ്രീംകോടതി. മറുപടി സത്യവാങ്മൂലം നൽകാൻ നിർദ്ദേശിച്ച് സംസ്ഥാന സർക്കാരിന് നോട്ടീസ് അയച്ചു. പുതുക്കിയ കീം റാങ്ക് പട്ടിക നടപ്പാക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വ്യക്തമാക്കി. കീം പരീക്ഷയിൽ പുനഃക്രമീകരിച്ച റാങ്ക് പട്ടിക പ്രകാരമുള്ള പ്രവേശന നടപടികളെ ബാധിക്കുന്ന തീരുമാനത്തിലേക്ക് കടക്കാൻ കഴിയില്ല എന്നായിരുന്നു സുപ്രീംകോടതിയുടെ നിരീക്ഷണം. ഈ വർഷത്തെ പ്രവേശന നടപടിയിൽ ഇടപെടാനാകില്ലെന്നും സുപ്രീംകോടതി അറിയിച്ചു. പ്രവേശന നടപടികളെ ബാധിക്കുന്ന തീരുമാനത്തിലേക്ക് കടക്കാൻ കഴിയില്ലെന്നും അതിനാൽ അപ്പീൽ നൽകുന്നില്ല എന്നുമായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. പുതിയ പ്രോസ്പെക്ടസ് അനുസരിച്ച് സർക്കാർ അടുത്ത വർഷം മുതൽ പ്രവേശനം നടത്തട്ടെ എന്നാണ് CBSEയുടെ നിലപാട്. കേരള സിലബസ് വിദ്യാർത്ഥികൾ നൽകിയ ഹർജി 4 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അവസാന നിമിഷത്തിൽ ഇപ്പോൾ നില നടന്നുകൊണ്ടിരിക്കുന്ന അഡ്മിഷൻ പ്രോസസ്സ് നിർത്തിവെക്കാനോ അതിലെന്തെങ്കിലും ഒരു അൺസർട്ടനിറ്റി ഉണ്ടാക്കാനോ കോടതി ആഗ്രഹിക്കുന്നില്ല എന്നാണെന്ന് പറഞ്ഞത്. ആ ഒരു സാഹചര്യത്തിൽ കോടതി ഇപ്പോൾ ഇടപെടുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ കോടതി നമ്മുടെ അപ്പീൽ ഫയലിൽ സ്വീകരിച്ചു. മറുപടി സത്യവാങ്മൂലം നൽകാൻ നിർദ്ദേശിച്ച് സംസ്ഥാന സർക്കാരിന് സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. പുതുക്കിയ കീം റാങ്ക് പട്ടിക നടപ്പാക്കുമെന്നും അടുത്ത മാസം 14-നകം പ്രവേശന നടപടികൾ പൂർത്തിയാക്കുമെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വ്യക്തമാക്കി. 24 ഡൽഹി. സ്വകാര്യ ബസ് സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഉടമകളുമായി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നടത്തിയ ചർച്ച പരാജയം. സമരവുമായി മുന്നോട്ടു പോകാൻ ഭൂരിഭാഗം സംഘടനകളും തീരുമാനിച്ചു. ചർച്ചയ്ക്ക് പിന്നാലെ ബസ് ഓപ്പറേറ്റേഴ്സ് ഫോറം പണിമുടക്കിൽ നിന്നും പിന്മാറി.
മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്കൊടുവിലും സമരം തുടരാനാണ് 3 പ്രധാന സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനകളും തീരുമാനിച്ചത്. 140 കിലോമീറ്ററിലധികം ഓടുന്ന ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകുക എന്നുള്ളതാണ് പ്രധാന സമരാവശ്യം. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർധനയും ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് നിർബന്ധമാക്കിയ തീരുമാനം പിൻവലിക്കുകയും ചെയ്യണമെന്നതാണ് മറ്റാവശ്യങ്ങൾ. ഇതിൽ മന്ത്രിയുടെ നിലപാട് ഇങ്ങനെ: കുട്ടികളുടെ കൺസെഷൻ ചാർജ് വർദ്ധിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ ഗവൺമെൻറ് സെക്രട്ടറി അടുത്ത ദിവസങ്ങളിൽ വിദ്യാർത്ഥി സംഘടനകളുമായി ഒരു ചർച്ച ചെയ്യുകയും ചാർജ് വർധനവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു വർധനവാകാം എന്ന നിലയിലൊരു കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. പ്രൈവറ്റ് ബസ് പെർമിറ്റുകൾ ഒരു കാര്യം പൊളിറ്റിക്കലായിട്ട് തീരുമാനിക്കേണ്ടതാണ്. എനിക്ക് മന്ത്രി എന്ന നിലയിൽ ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആലോചിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശരിയായ നിർദ്ദേശം ലഭിച്ചതിന് ശേഷം മാത്രമേ അക്കാര്യത്തിൽ പറ്റുകയുള്ളൂ എന്നവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ്റിന് ഉറച്ച നിലപാടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഡ്രൈവർ, കണ്ടക്ടർ, ക്ലീനർ ഈ പറയുന്ന ആളുകളുടെ പോലീസ് വെരിഫിക്കേഷൻ നിർബന്ധമാണെന്നുള്ളതാണ്. ചർച്ചയ്ക്ക് ശേഷവും സമരം തുടരാനാണ് ഭൂരിഭാഗം സംഘടനകളുടെയും തീരുമാനം. ഈ മാസം 22 മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കും. ആദ്യത്തെ പ്രധാനപ്പെട്ട 3 ഡിമാൻഡുകളെ സംബന്ധിച്ചും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ഗതാഗത വകുപ്പ് മന്ത്രിൻ്റെ ഭാഗത്തുനിന്നോ യാതൊരു അനുകൂല തീരുമാനവും ഉണ്ടായിട്ടില്ല. ഇല്ല പിൻവലിച്ചിട്ടില്ല. ഈ സമയം പിൻവലിച്ചിട്ടില്ല. 22-ാം തീയതി മുതൽ അനിശ്ചിതകാല സമരം തുടരും. ചർച്ചയ്ക്ക് പിന്നാലെ ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഫോറം സമരത്തിൽ നിന്ന് പിന്മാറി. ഇതിന്റെ തുടക്കം കുറിച്ചൊക്കെ സാഹചര്യത്തിൽ ഗവൺമെന്റായിട്ട് സഹകരിക്കാതെ ഗവൺമെന്റ് വെല്ലുവിളിച്ചുകൊണ്ട് ഒരു സമരത്തിൽ പോകാൻ ഞങ്ങൾ തയ്യാറല്ല. ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ മാസം 7-ന് സംയുക്ത സമരസമിതി സൂചനാ പണിമുടക്ക് നടത്തിയിരുന്നു. 24 തിരുവനന്തപുരം. വാർത്തകളിലേക്ക് വീണ്ടും. തെരുവ് നായയെ നിയന്ത്രിക്കാൻ നിർണായക ഇടപെടലുമായി സർക്കാർ. രോഗം ബാധിച്ച തെരുവ് നായ്ക്കളെ ദയാവധം നടത്താൻ സർക്കാർ അനുമതി നൽകും. ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്ന മന്ത്രിതല യോഗത്തിന്റേതാണ് തീരുമാനം. ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ മൊബൈൽ വന്ധ്യംകരണ യൂണിറ്റുകൾ സ്ഥാപിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. തെരുവുനായ ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിലാണ് സർക്കാരിന്റെ ഇടപെടൽ. അസുഖബാധിതരായ തെരുവുനായ്ക്കളെ കേന്ദ്ര ചട്ടങ്ങൾ പാലിച്ച ദയാവധത്തിന് വിധേയമാക്കാൻ സർക്കാർ അനുമതി നൽകും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായിരിക്കും അനുമതി നൽകാൻ അവകാശം. ഇത് ആനിമൽ ഹസ്ബൻഡറി പ്രാക്ടീസസ് ആൻഡ് പ്രൊസീജിയേഴ്സ് റൂൾസ് പ്രകാരം ABC റൂൾസിന് ശേഷം നിലവിൽ വന്നതാണ്. അതുപ്രകാരം സെക്ഷൻ 8A പ്രകാരം ഒരു പ്രൊവിഷനുണ്ട്. അത് ഉപയോഗപ്പെടുത്തും. ഒറ്റ കാര്യമേ ഉള്ളൂ, വെറ്റിനറി ഡോക്ടർ ഇത് രോഗബാധിതമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തണം. ആഗസ്റ്റ് മാസം മുതൽ സമ്പൂർണ്ണ വാക്സിനേഷൻ യജ്ഞം ആരംഭിക്കും. സംസ്ഥാനത്തെ ഓരോ ബ്ലോക്ക് പഞ്ചായത്തുകളിലും പോർട്ടബിൾ ABC സെന്ററുകൾ സ്ഥാപിക്കും. 152 ബ്ലോക്കാണുള്ളത്. ഒരു ബ്ലോക്കിൽ 1 എന്ന നിലയിൽ പോർട്ടബിൾ ABC കേന്ദ്രങ്ങൾ ലഭ്യമാക്കും. 2-3 ആഴ്ച ഒരു ബ്ലോക്കിൽ വാങ്ങിയാൽ ഒരു പഞ്ചായത്തിൽ, അത് കഴിഞ്ഞ് അടുത്ത പഞ്ചായത്തിലേക്ക് നീക്കാം. വലിയ ട്രാൻസ്പോർട്ടേഷൻ വലിയ ചെലവ് വരുന്നതാണ്. പക്ഷേ നമുക്കിപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ അതല്ലാതെ മാർഗം വേറെയില്ല. നായ്ക്കൾക്ക് ഇലക്ട്രോണിക് ചിപ്പ് ഘടിപ്പിക്കുന്ന കാര്യം ആലോചനയിലുണ്ടെന്ന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചു റാണി. ചിപ്പ് ഓരോ നായ്ക്കൾക്കും ചിപ്പ് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു 12 അക്ക നമ്പറാണ് നമ്മുടെ ചെവിയിലോ ഏതെങ്കിലും അതിൻ്റെ ഈ ഭാഗത്തോ എവിടെയെങ്കിലും ഇഞ്ചെക്ട് ചെയ്ത് നമുക്ക് പിടിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ആ നായി എവിടുത്തെയാണെന്നുള്ളത് അറിയാം. അഡ്രസ്സൊക്കെ അതിൽ കാണും. നായി വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്നറിയാം. നായ്ക്ക് ലൈസൻസ് ഉണ്ടോ എന്നറിയാം. എല്ലാ കാര്യങ്ങളും കിട്ടും. ABC സെന്ററുകൾക്കെതിരെ പ്രതിഷേധിച്ചാൽ അവർക്കെതിരെ കേസെടുക്കാനും തീരുമാനമുണ്ട്. ഓരോ പഞ്ചായത്തുകളിലും ഇതിനായി ജനകീയ സമിതി രൂപീകരിക്കും. ജനകീയ സമിതിയുടെ മേൽനോട്ടത്തിലായിരിക്കും പ്രതിരോധ പ്രവർത്തനങ്ങൾ. 24 തിരുവനന്തപുരം. കോഴിക്കോട് പന്തീരാങ്കാവിൽ തെരുവുനായ ആക്രമണം. 3 പേർക്ക് കടിയേറ്റു. ഗുരുതരമായി പരിക്കേറ്റവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഭീകരർ ആഘോഷം നടത്തിയെന്ന് സാക്ഷിമൊഴി. ഭീകരർ ആകാശത്തേക്ക് 4 റൗണ്ട് വെടിയുതിർക്കുന്നത് കണ്ടുവെന്ന് സാക്ഷി ദേശീയ അന്വേഷണ ഏജൻസിക്ക് മൊഴി നൽകി. കേസിൽ അറസ്റ്റിലായ നാട്ടുകാരായ 2 പ്രതികളെയും ഭീകരർക്കൊപ്പം കണ്ടു എന്നും മൊഴിയിൽ പറയുന്നു. രാജ്യത്തെ നടുക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിൽ നിർണായക സാക്ഷിമൊഴിയാണ് കേസന്വേഷിക്കുന്ന NIAക്ക് ലഭിച്ചത്. 26 പേരെ കൊലപ്പെടുത്തിയ ഭീകരരെ മടങ്ങും വഴിയിൽ വെച്ച് കണ്ടെന്നാണ് മൊഴി. തന്നെ തടഞ്ഞു നിർത്തിയ അക്രമികൾ കൽമ ചൊല്ലാൻ ആവശ്യപ്പെട്ടുവെന്നും എന്നാൽ പ്രദേശവാസിയാണെന്ന് ബോധ്യപ്പെട്ടതോടെ വെറുതെ വിട്ടു എന്നുമാണ് മൊഴി. തുടർന്ന് ഭീകരർ 4 തവണ ആകാശത്തേക്ക് വെടിവെച്ച് ആഘോഷിച്ചുവെന്നും പ്രദേശവാസിയുടെ മൊഴിയിലുണ്ട്. ഈ സ്ഥലത്തു നിന്നും NIA സംഘം വെടിയുണ്ടകൾ കണ്ടെടുത്തു. കേസിൽ നിലവിൽ അറസ്റ്റിലുള്ള പർവേസ് അഹമ്മദ് ജോർ, ബഷീർ അഹമ്മദ് എന്നീ പ്രതികളെ ഭീകരർക്കൊപ്പം കണ്ടതായും മൊഴിയിലുണ്ട്. ഭീകരരുടെ ബാഗുകൾക്ക് കാവൽ നിൽക്കുകയായിരുന്നു ഇരുവരുമെന്ന് സാക്ഷി NIAയോട് വെളിപ്പെടുത്തി. ഭീകരർക്ക് ഭക്ഷണം നൽകിയതായും വഴി കാണിച്ചതായും അറസ്റ്റിലായ പ്രതികൾ സമ്മതിച്ചിട്ടുണ്ട്.
7 പേർ കൊല്ലപ്പെട്ട സെഡ്മോർ ഭീകരാക്രമണ കേസിൽ ഉൾപ്പെട്ട സുലൈമാൻ ഷായാണ് ഭീകരിൽ ഒരാളെന്നാണ് പിടിയിലായ പ്രതികളിൽ നിന്നും ലഭിച്ച മൊഴി. 24 ഡൽഹി. റാപ്പർ വേടന്റെയും ഗൗരി ലക്ഷ്മിയുടെയും പാട്ടുകൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA മലയാളം സിലബസിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ശുപാർശ. പാട്ടുകൾ ഉൾപ്പെടുത്തിയതിൽ ലഭിച്ച പരാതികളെ തുടർന്നാണിത്. സർവകലാശാല മലയാളം വിഭാഗം മുൻ മേധാവി MM ബഷീർ നടത്തിയ പഠന റിപ്പോർട്ട് VCക്ക് കൈമാറി. വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം, ഗൗരിലക്ഷ്മിയുടെ അജിത ഹരേ മാധവ എന്നീ പാട്ടുകളാണ് കാലിക്കറ്റ് സർവകലാശാല BA മലയാളം സിലബസിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇവയ്ക്കെതിരെ പരാതി ഉയർന്നതോടെയാണ് ശുപാർശ. 2 നിഗമനങ്ങളാണ് ഡോക്ടർ MM ബഷീർ സമർപ്പിച്ചിട്ടുള്ളത്. മൈക്കിൾ ജാക്സന്റെ ദേ ഡോണ്ട് കെയർ അബൌട്ട് അസ് എന്ന ഗാനത്തിന്റെയും വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന ഗാനത്തിന്റെയും സംഗീത സവിശേഷതകൾ താരതമ്യം ചെയ്യുക എന്നത് BA മലയാളം വിദ്യാർത്ഥികൾക്ക് അപ്രാപ്യമാണ്. അതിനാൽ ഈ ഭാഗം സിലബസിൽ നിന്ന് എടുത്തു മാറ്റണം. സംഗീതം പഠിക്കാത്ത BA മലയാളം വിദ്യാർത്ഥികളോട് കഥകളി സംഗീതത്തെയും ശാസ്ത്ര സംഗീതത്തെയും താരതമ്യം ചെയ്യാൻ ആവശ്യപ്പെടുന്നത് കഠിനമാണ്. അതിനാൽ അജിത ഹരേ മാധവ എടുത്തു മാറ്റണം. ഭാഷയും സാഹിത്യവും പഠിക്കേണ്ട മലയാള ബിരുദ സിലബസിൽ സങ്കീർണമായ സംഗീത ഭാഗങ്ങൾ വേണ്ട എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവ മാറ്റുന്നത്. അല്ലാതെ വേടന്റെയോ ഗൗരിലക്ഷ്മിയുടെയോ പാട്ടുകളായതുകൊണ്ടല്ലെന്നും സർവകലാശാല വിശദീകരിക്കുന്നു. അടിസ്ഥാനപരമായ ഭക്തിഭാവം മാറ്റി മറ്റ് ഭാവങ്ങൾ കൊണ്ടുവന്നു എന്നതാണ് അജിത ഹരേ മാധവയ്ക്കെതിരായ വിമർശനം. വേടന്റെ സംഘപരിവാർ വിരുദ്ധ നിലപാടാണ് ഭൂമി ഞാൻ വാഴുന്നിടമെന്ന പാട്ടിനെതിരായ പരാതിക്ക് ആധാരമെന്നും വിമർശനമുണ്ട്. സമീർ ബിൻ കരീം, 24 തിരൂർ. ഈ റിപ്പോർട്ടോടെ ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുകയാണ്. നമസ്കാരം.